ഹായ് മമ്മാസ്. അപ്പം നമ്മൾ ഇന്ന് നോക്കുന്നത് പ്രീ റൈറ്റിംഗ് എന്താണെന്ന്. പ്രീ റൈറ്റിംഗ് ചെയ്യിക്കുന്നതിന് മുമ്പ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ആദ്യം ചെയ്യിക്കേണ്ടത് ആദ്യം അവർക്ക് അവരുടെ മോട്ടോർ സ്കില്ലൊക്കെ ഡെവലപ്പ് ആയിരിക്കണം. അപ്പം അതിൻ്റെ കൂടെ നമ്മൾ ചെയ്യിപ്പിക്കേണ്ട ഒന്നാണ് പെൻസിൽ ഗ്രിപ്പ്. കറക്റ്റ് പെൻസിൽ ഗ്രിപ്പും കൂടി കിട്ടിയാൽ മാത്രമേ റൈറ്റിങ്ങിലേക്ക് പോകാൻ പാടുള്ളൂ. അപ്പം നിങ്ങൾ പെൻസിൽ ഗ്രിപ്പൊക്കെ എങ്ങനെ കറക്റ്റ് ചെയ്യണം എന്നുള്ളൊരു നല്ലൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആദ്യം അത് പോയി കണ്ടു നോക്കാം കേട്ടോ. അതിനുശേഷം ഈ വീഡിയോ കാണാം. അപ്പം നമുക്കിനി കുഞ്ഞുങ്ങളുടെ റൈറ്റിങ്ങിലേക്ക് പോകും. റൈറ്റിങ്ങിലേക്ക് പോകുമ്പം ആദ്യം സ്റ്റാർട്ട് ചെയ്യേണ്ടത് അവർക്ക് പാറ്റേൺ ട്രേസിംഗ് ആണ്. പാറ്റേൺ ട്രേസിങ് ചെയ്യിച്ച് അതിൻ്റെ ഓരോ സ്റ്റെപ്പ് വഴി ചെയ്യുമ്പോഴാണ് കുട്ടികൾക്ക് കറക്റ്റായിട്ട് ഹാൻഡ് റൈറ്റിംഗ് വരിക. അതേപോലെ തന്നെ നന്നായിട്ട് എഴുതാനും സാധിക്കും. അപ്പോൾ നമുക്കതെന്താണെന്ന് നോക്കാം. നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഒരു 2.5 വയസ്സ് പ്രായം തൊട്ട് ഇതൊക്കെ ചെയ്തു തുടങ്ങാം കേട്ടോ. പക്ഷേ ആദ്യം തന്നെ അവർ ആൽഫബറ്റ്സ് മൊത്തം റെക്കഗ്നൈസ് ചെയ്യാൻ സാധിക്കണം. അതിനുശേഷം മാത്രമേ നമ്മൾ റൈറ്റിങ്ങിലേക്ക് പോകാൻ പാടുള്ളൂ. അപ്പം നമുക്ക് ആദ്യം ഇതുപോലത്തെ A4 ഷീറ്റിൽ ഇങ്ങനെ നമ്മൾ ഫോർമാറ്റ് എഴുതിയിട്ട് അവർക്ക് കൊടുത്താൽ മതി. അപ്പം ആദ്യം അവർ മനസ്സിലാക്കേണ്ടത് സ്റ്റാർട്ട് ടു എൻഡ് എന്താണെന്നുള്ളതാണ്. അത് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ പോയി കണ്ടോക്കാം കേട്ടോ. അപ്പം നമ്മൾ ഇതുപോലെ ഒരു A4 ഷീറ്റിൽ ഇങ്ങനെ എഴുതി കൊടുക്കുക. അപ്പം നമ്മൾ ഇത്ര വലുപ്പത്തിൽ തന്നെ എഴുതണം. കാരണം അവർ കുഞ്ഞു മക്കളാണ്. ഫസ്റ്റ് അവർ സ്റ്റാർട്ട് ചെയ്യാൻ പോണ അവിടെ ആദ്യമായിട്ട് എഴുതുമ്പോൾ അവർക്ക് വളരെ കുഞ്ഞു രീതിയിൽ നമ്മൾ കൊടുത്താൽ അവർക്ക് എഴുതാൻ പറ്റില്ല. പ്രത്യേകിച്ചും ഇങ്ങനെ വലിങ്ങനെ തന്നെ എഴുതാനും അതിൽ നടുവിൽ വരുന്ന വരകൾ കുറച്ച് തിക്കിൽ തന്നെ മാർക്കർ പോലത്തെ സംഭവങ്ങൾ ഉപയോഗിച്ച് തിക്കിൽ തന്നെ ആകുമ്പം അതിൻ്റെ മേലെ കൂടെ അവർക്ക് വരയ്ക്കുമ്പോൾ കറക്റ്റ് അതിൻ്റെ മേലെ കൂടെ അവർക്ക് വരയ്ക്കാൻ പറ്റും. ഇല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിപ്പോവും. അപ്പോൾ അവർക്ക് കോൺഫിഡൻസ് കുറഞ്ഞു പോകും. അപ്പോൾ നമ്മൾ തടുപ്പിൽ തന്നെ അവർക്ക് വരച്ചു കൊടുക്കുകയാണ് നല്ല കോൺഫിഡൻസോട് കൂടെ അവർക്ക് വരയ്ക്കാൻ പറ്റും. പക്ഷേ ആദ്യം തന്നെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വരയ്ക്കാൻ പഠിപ്പിക്കേണ്ട പാറ്റേൺ എന്ന് പറയുന്നത് സ്റ്റാൻഡിങ് ലൈനാണ്. ആ സ്റ്റാൻഡിങ് ലൈൻ തന്നെ കുഞ്ഞുങ്ങൾക്ക് ആദ്യം കൊടുക്കുക. അത് അവർ കോൺഫിഡൻസോടുകൂടെ വരച്ച് അവരത് കറക്റ്റായി അവർക്ക് കുഴപ്പമില്ല എന്ന് തോന്നാൻ അവർക്ക് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ആഴ്ച 2 ആഴ്ച എടുത്ത് അവർ പ്രാക്ടീസ് ചെയ്യാം. അത് കറക്റ്റായതിനു ശേഷം മാത്രമേ നമ്മൾ അടുത്ത ഒരു പാറ്റേണിലേക്ക് പോകാൻ പാടുള്ളൂ. അപ്പം നമ്മൾ സ്റ്റാൻഡിങ് ലൈനാണ് കുഞ്ഞുങ്ങൾക്ക് ആദ്യം പറഞ്ഞു കൊടുക്കേണ്ടത്. സ്റ്റാൻഡിങ് ലൈനിൻ്റെ ട്രേസിങ് കറക്റ്റ് ആകുമ്പോൾ നമുക്ക് അടുത്ത പാറ്റേൺ എന്താണെന്ന് നോക്കാം. സ്ലീപ്പിംഗ് ലൈൻ. സ്ലീപ്പിംഗ് ലൈൻ അവർക്ക് ഇതേപോലെ തന്നെ സ്റ്റാർട്ടിലും എൻഡിലും നമ്മൾ ഓരോ കുത്ത് വീതം കളർ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് സ്റ്റാർട്ട് ടു എൻഡ് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ തിക്കായി തന്നെ വരച്ചു കൊടുക്കുക. അപ്പോൾ അവർക്ക് അതിൻ്റെ മേലെ കൂടെ വരയ്ക്കുമ്പോൾ ഭയങ്കര കോൺഫിഡൻസോടുകൂടിയും ഇൻട്രസ്റ്റോടുകൂടിയും ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതൊക്കെ 2 ഫോമും ആകുമ്പോഴാണ് നമ്മൾ അതിലേക്ക് ലെറ്റേഴ്സ് ആഡ് ചെയ്യാം. അതിന് ആ പാറ്റേണിന് പറ്റിയ ലെറ്റേഴ്സുകളുണ്ട്. LTHFEI അതുപോലത്തെ ലെറ്റേഴ്സ് ആൽഫബറ്റ്സ് അവർക്ക് എഴുതാൻ കൊടുക്കാം. അതവർ സന്തോഷത്തോടുകൂടെ അല്ലെങ്കിൽ ഹാപ്പി ആയിട്ട് അത് എഴുതും. ഈ പാറ്റേൺസ് കറക്റ്റായിട്ട് അവർക്ക് ഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അവർക്ക് നന്നായിട്ട് എഴുതാൻ പറ്റും. ഇനി അടുത്ത പാറ്റേൺ എന്ന് പറയുന്നത് സ്ലാൻറ്റിംഗ് ലൈൻ. സ്ലാൻറ്റിംഗ് ലൈനും ഇതേപോലത്തെ നന്നായിട്ട് തറവുക. അതേപോലെ അത്രയും വലുപ്പത്തിൽ തന്നെ സ്റ്റാർട്ട് എൻഡ് വേണം. നടുവിലുള്ളതൊക്കെ നല്ല തിക്കായിരിക്കണം. അതിലൂടെ വരച്ച് അവർ നല്ല പെർഫെക്റ്റ് ആകുമ്പോൾ അവർക്ക് അതിനുള്ള ലെറ്റേഴ്സും നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. WAX അതുപോലത്തത്. തീർച്ചയായിട്ടും ഇതൊക്കെ നന്നായിട്ട് തറവാവണം. പുറത്തേക്കൊന്നും പോവാതെ കറക്റ്റായിട്ട് വരയ്ക്കാനാവുമ്പോൾ മാത്രമേ അവർക്ക് ലെറ്റേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനും അടുത്തടുത്ത പാറ്റേൺസിലേക്ക് പോകാനും പാടുള്ളൂ. പിന്നെ ഇനിയുള്ള പാറ്റേൺ ആണ് കേഴ്സീവ്. കേഴ്സീവ് എന്ന് എഴുതാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. അതും ഇതുപോലെ തന്നെ വളരെ വലുപ്പത്തിൽ തിക്കായി തന്നെ കൊടുക്കുക. എഴുതി അവരത് ശീലിച്ച് അവർക്കത് ഈസി ആകുമ്പോൾ മാത്രമേ നമ്മൾ ലെറ്റേഴ്സിലേക്ക് പോകാൻ പാടുള്ളൂ. അവർ എത്രത്തോളം ഈസി ആക്കാൻ പറ്റുമോ അപ്പോൾ അത്രത്തോളം അവരുടെ ഹാൻഡ് റൈറ്റിങ്ങും അവർക്ക് എഴുതാനുള്ള ബുദ്ധിമുട്ടും ഒക്കെ മാറി നല്ല നീറ്റായിരിക്കും. അപ്പം ഈ കേഴ്സീവ് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാവുന്ന അല്ലെങ്കിൽ അവരെ കൊണ്ട് എഴുതിപ്പിക്കാൻ പറ്റുന്ന ലെറ്റേഴ്സ് എന്ന് പറയുന്നത് OPQR ഇതൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഈ പാറ്റേൺസ് ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ നന്നായിട്ട് ടൈം എടുത്ത് തന്നെ അവരെ കൊണ്ട് ചെയ്യിക്കണം. അവർ ചെറിയ കുഞ്ഞുങ്ങളാണ്. വളരെ ടൈം എടുത്ത് തന്നെ ചെയ്യട്ടെ. എന്നാൽ മാത്രം അവർക്ക് നീറ്റിൽ ക്ലീനിലും എഴുതാൻ പറ്റൂ. പിന്നെ അവർക്ക് ഇതുപോലത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം കേട്ടോ ബുക്സ്. പക്ഷേ ബുക്സ് വളരെ നേരിയ വരയായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ വരച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. നന്നായി ശീലിച്ചതിന് ശേഷം നിങ്ങൾ ഇതുപോലത്തെ ബുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നന്നായിട്ട് വരയ്ക്കാൻ പറ്റും. അവർ വളരെ ഇൻട്രസ്റ്റോടുകൂടെ ഇങ്ങനെയുള്ള ഗെയിംസ് ചെയ്യുകയും ചെയ്യും. ഇതൊരു ഗെയിം എന്ന രീതിയിലാണ് അവരെടുക്കുക. അപ്പോൾ അവർക്കത് ഇഷ്ടമാവും ഇതുപോലത്തെ ബുക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇതൊരു ഇൻഫർമേഷൻ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.